ആര്യാസ് തന്നെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഗൈസ്? സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് അറിയില്ല. ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ പോലും എനിക്കതിലൊരു ഉറപ്പില്ല. ഇനിയിപ്പോൾ അത് ഒറിജിനൽ ആണോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയില്ല. വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. എന്നാൽ പിന്നെ ഇന്ന് വെജിറ്റേറിയൻ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിക്കുന്നത്. ആര്യാസ് പ്യുവർ വെജിറ്റേറിയൻ എന്ന് കണ്ടിട്ടാണ് കയറിയപ്പോഴൊന്നും ഒരു മനുഷ്യനില്ല. പിന്നെ ആ ഒരു സമയത്തിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം അത്രയും ഫാമിലീസിന് ഇരിക്കാനുള്ള നല്ല സ്പേസും ഉണ്ട്. കാർ പാർക്കിങ്ങിനും നല്ല സൗകര്യമുണ്ട്. ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഉഴുന്നുവടയായിരുന്നു. ഉഴുന്നുവടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ക്രിസ്പി ആയിരുന്നു. നല്ല ചൂടോടെ അവർ തന്നു. അതിന് തേങ്ങാ ചട്നിയും കൂട്ടി കഴിച്ചു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. നെയ് റോസ്റ്റ് വന്നു. ആദ്യത്തെ 1-2 വാക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അത് മാത്രം കഴിച്ചപ്പോഴാണ് ഒരു പുളിപ്പ്. പിന്നെ വിചാരിച്ചു ഓക്കെ, ഇതിൻ്റെ കൂടെ അവർ 4 ചട്നി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങാ ചട്നി, ഒരു സാമ്പാർ, പിന്നെ ഒരു മുളക് ചട്നി, പിന്നെ വേറെ എന്തോ ഒരു കൊച്ചുള്ളി, ചെറിയ ഉള്ളി, പിന്നെ മുളകെല്ലാം കൂടെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വെച്ചു ഞാൻ അതിൻ്റെ പുളിപ്പായിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ചിങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ചില്ലറ പുളിയൊന്നുമല്ല പൊളിച്ചിട്ടുള്ളത്, നല്ല പുളി. ഒട്ടും വായിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ പകുതി എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. എന്തായാലും വാങ്ങിപ്പോയില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു, നിങ്ങൾ മാവ് ശ്രദ്ധിക്കാതെയാണോ നോക്കുന്നത്, നല്ല പുളി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു എന്തായാലും ശരി, മാറ്റിത്തരാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഓൾറെഡി പകുതി കഴിച്ചല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും വാങ്ങിയില്ല. ഞങ്ങൾക്ക് തിന്നത് തന്നെ മതിയായി. അപ്പോൾ ഈ ഒരു ആര്യാസ് വരുന്നത് പോത്തങ്കോട് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ആഹാരം കഴിക്കുക. ചിലപ്പോൾ അന്ന് മാത്രം അവർക്ക് പറ്റിയൊരു അബദ്ധമായിരിക്കും. ഇത് ഒറിജിനൽ ആണോ എന്ന് പോലും എനിക്കറിയില്ല.